നമസ്കാരം. വളരെ കുറച്ച് നാൾ മാത്രമാണ് ഗായിക അമൃത സുരേഷും നടൻ ബാലയും തമ്മിലുള്ള വിവാഹബന്ധം നിലനിന്നത്. എന്നാൽ അവർ തമ്മിൽ വേർപിരിഞ്ഞതോടുകൂടി മകളുടെ സംരക്ഷണം പൂർണ്ണമായും അമൃത ഏറ്റെടുക്കുകയായിരുന്നു. മകളെ കാണാൻ പോലും തന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ബാല പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ ഇടയ്ക്ക് കാണുവാനുള്ള അനുമതി കൊടുക്കുകയും പാപ്പുവും ബാലയുമായി ഇടയ്ക്ക് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് പാപ്പുവിൻ്റെ ഒരു വീഡിയോ വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചത്. അച്ഛൻ എന്നെ കാണാൻ വരുന്നില്ല, എനിക്കെതിരെ സംസാരിക്കുന്നു. അങ്ങനെ ബാലയ്ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ് പാപ്പു രംഗത്ത് വന്നത്. ഇതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ വിമർശനമുണ്ടാവുകയും ചെയ്തു. അതോടുകൂടി ബാല പറഞ്ഞത്, ഇനി ഞാൻ മകളുമായി യാതൊരു ബന്ധവുമില്ല, ഇനി അച്ഛൻ്റെ ഭാഗത്തു നിന്നും മകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ ഈ അമൃത സുരേഷും അതുപോലെ തന്നെ അഭിരാമി സുരേഷും ബാലയെ പരിഹസിച്ചുകൊണ്ടും ബാലയ്ക്കെതിരെ ട്രോൾ ചെയ്തുകൊണ്ടുമുള്ള നിരവധി വീഡിയോകൾ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി അമൃത സുരേഷിൻ്റെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവർക്കും മതിയായില്ലേ, ഇനിയും എൻ്റെ ചേച്ചിയുടെ ജീവൻ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. അതിനൊപ്പം അമൃത സുരേഷിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ചിത്രവും ചേർത്തിരുന്നു. അത് കാർഡിയാക്ക് സെക്ഷനിലേക്ക് നീങ്ങുന്ന അഭിരാമിയെയും പാപ്പുവിനെയും ആണ് കണ്ടത്. അമൃതയ്ക്കൊപ്പം അഭിരാമിയും പാപ്പുവും ചേർന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോയായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. അതോടുകൂടി അമൃതയ്ക്ക് എന്താണ് സംഭവിച്ചത്, മാനസിക പീഡനം സഹിക്കവയ്യാതെ ഹൃദയ സംബന്ധമായ രോഗം സംഭവിച്ചതാണോ, മാനസികമായ പിരിമുറുക്കം കൊണ്ട് ഉണ്ടായതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഈ അമൃതയ്ക്ക് സംഭവിച്ചത് എന്നത് വ്യക്തതയില്ലാത്ത കാര്യമാണ്. എന്തായാലും ഇവരുടെ കുടുംബജീവിതത്തിലുണ്ടായ വലിയ തോതിലുള്ള പാളിച്ചകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് അമൃത സുരേഷിനെ എത്തിച്ചത് എന്ന് വ്യക്തം. അമൃത സുരേഷിൻ്റെ രണ്ടാമത് വിവാഹം കഴിച്ച ഗോപി സുന്ദറിനെക്കുറിച്ചും ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ബാലയെ പരിഹസിച്ചുകൊണ്ടും ബാലയെ വിമർശിച്ചുകൊണ്ടുമുള്ള പോസ്റ്റുകളാണ് അമൃതയും അതുപോലെ തന്നെ അഭിരാമിയും നിരന്തരമായി കുറിച്ചിരുന്നത്. തൻ്റെ ജീവിതം കൊണ്ട് പന്താടുകയായിരുന്നു ഈ ബാലയെന്നും തൻ്റെ ജീവിതം വച്ച് കളിക്കുകയായിരുന്നുവെന്നും തനിക്ക് ജീവിതം നഷ്ടപ്പെട്ടു എന്നുമൊക്കെയുള്ള നിരവധി പോസ്റ്റുകൾ ഇതിനിടയിൽ തന്നെ വന്നു. യൂട്യൂബ് ചാനലിലും ഇത്തരത്തിലുള്ള പല വീഡിയോകളും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്തായാലും ബാലയ്ക്കെതിരെയുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ശേഷമാണ് അമൃത ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇവർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലും അതുമായി ബന്ധപ്പെട്ട മാനസിക പിരിമുറുക്കം തന്നെയാണ് അമൃതയെ ഹോസ്പിറ്റലിലെ കാർഡിയാക്ക് സെക്ഷനിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്.